ഹായ്. നമ്മുടെ വാഹനം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ സീരീസ് ഉണ്ടായിരുന്നില്ലേ, അതിൽ കുറച്ച് പോയിൻറ്റ്സും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്ന രജിസ്ട്രേഷൻ പ്രോസസ്സും അതുപോലെ തന്നെ ഡെലിവറി പ്രോസസ്സൊക്കെ ആയിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പോയിൻ്റാണ് വാഹനം വാങ്ങിക്കുമ്പം അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ 5 to 7 വർക്കിംഗ് ഡേയ്സ് എടുക്കുന്നുണ്ട് എന്നുള്ളത്. അതിൽ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് അതിനകത്ത് പറയാൻ പറ്റുള്ളൂ, കാരണം അത് ഒരുപാട് പ്രോസസ്സ് അതിനകത്ത് പിന്നിൽ നടക്കുന്നുണ്ട്. അതൊന്ന് വിശദമാക്കാനും അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിന് എടുക്കുന്ന എക്സ്റ്റെൻഡഡ് വാറൻറ്റി വേണോ, അതുപോലെ തന്നെ സർവീസ് പാക്കേജസ്, ഇതും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങുന്നത് രജിസ്ട്രേഷൻ പ്രോസസ്സിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞത് നമ്മൾ മാത്രമല്ല, ഡീലർ സൈഡിനേക്കാളും കൂടുതൽ RTOൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മളൊരു വാഹനം രജിസ്റ്റർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു വാഹനം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഫോം 20 സൈൻ ചെയ്ത് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഫോം 21 അപ്ലോഡ് ചെയ്യണം, സ്റ്റെൻസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ OTP വെരിഫൈഡ് ആണല്ലോ. അപ്പോൾ ഈ OTP എല്ലാം എൻ്റർ ചെയ്ത് ഇത്രയും ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്നത് ഒരു ഡിക്ലറേഷനാണ് കിട്ടുന്നത്. ഈ ഡിക്ലറേഷൻ കിട്ടുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ RTO ഓഫീസ് അതല്ല എന്നുള്ളത്. അതിനൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RTO ഏതാണെന്ന് ഫൈനലൈസ് ചെയ്യുന്നത് അവിടുത്തെ പിൻകോഡ് വെച്ചിട്ടാണ്. അത് ചിലപ്പോൾ നമ്മൾ ഡീലർഷിപ്പിൽ വർക്ക് ചെയ്യുന്ന എക്സിക്യൂട്ടീവിനോ കൺസൾട്ടൻറ്റിനോ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് എൻഡ് വർക്ക് ചെയ്യുന്ന ആളുകൾക്കോ കസ്റ്റമറുടെ RTO ഏതാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊള്ളണമെന്നില്ല. വൺസ് നമ്മൾ റോഡ് ടാക്സ് പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് റീഫണ്ട് കിട്ടാനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു RTO നിന്ന് അടുത്ത RTOയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കസ്റ്റമറും കുറേ ബുദ്ധിമുട്ടണം, ഡീലർഷിപ്പിൽ നിന്നും കുറേ ബുദ്ധിമുട്ടണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രോസസ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിക്ലറേഷൻ സൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് അല്ലാന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഇന്നതാണ് എൻ്റെ RTO ഓഫീസ് എന്നുള്ളത്. എന്ന് ഡിക്ലറേഷൻ വന്നതിന് ശേഷം ഡിക്ലറേഷൻ സൈൻ ചെയ്യുന്നതിന് മുമ്പേ അതിലുള്ള RTO ഓഫീസ്, നിങ്ങളുടെ അഡ്രസ്സ്, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഡിക്ലറേഷൻ സൈൻ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഇൻ കേസ് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡീലർഷിപ്പിൽ നിന്ന് അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം കസ്റ്റമറാണല്ലോ ഇതിൻ്റെ എല്ലാം ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ RTO ഓഫീസിൽ നമ്മൾ പോകുന്ന സമയത്തും അവരും പറയുന്നത് നിങ്ങൾ എവിടെ നോക്കിയിട്ടാണ് സൈൻ ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഡിക്ലറേഷനൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ ഡാറ്റയും പക്കയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് ഇനി നമ്മൾ അതെല്ലാം സൈൻ ചെയ്ത് കൊടുത്ത് നമ്മൾ ഡെലിവറി എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ HSRP നമ്പർ പ്ലേറ്റോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ ഡെലിവറി എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ സ്വപ്നവാഹനം വാങ്ങുമ്പോൾ അതിനകത്തൊരു ഫാൻസി നമ്പർ വേണമെന്ന് ആഗ്രഹിക്കില്ലേ? അങ്ങനെ ഒരു ഫാൻസി നമ്പർ ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ ടെമ്പററി രജിസ്ട്രേഷന് വേണ്ടി പോകുന്നത്. നോർമൽ പ്രോസസ്സ് പോലെ തന്നെ ടെമ്പററി രജിസ്ട്രേഷനും ഇതൊക്കെ തന്നെയാണ് പ്രോസസ്സ് വരുന്നത്. പക്ഷേ ടെമ്പററി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അതിൽ ഒരു നമ്പർ റിസർവേഷൻ ചെയ്യാൻ പറ്റും. ഒരു 3000 രൂപ മുതൽ 5 ലക്ഷം വരെയൊക്കെ നമ്പറിന് കോസ്റ്റ് വരുന്നുണ്ട്. ഡിപ്പെൻസ് അപ്പോൺ ദ നമ്പർ അതിന് കോസ്റ്റ് വരുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയ എമൗണ്ട് എന്ന് പറയുന്നത് 3000 രൂപയാണ്. പണ്ടെപ്പോഴും ഞാൻ ഈ വാഹനൻ്റെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞത് ഒരു നമ്പർ റിസർവേഷൻ എന്ന് പറയുന്നത് ഡീലർഷിപ്പിന് അതിനകത്ത് റോളില്ല, കസ്റ്റമറുടെ മാത്രം പ്രിവിലേജാണ്. കസ്റ്റമർക്ക് മാത്രമാണ് അതിനകത്ത് പ്രിവിലേജ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ കസ്റ്റമറുടെ സമയമില്ലായ്മയും അതുപോലെ തന്നെ കസ്റ്റമറെ സഹായിക്കുന്നതിന് വേണ്ടി പല സമയത്തും നമ്മൾ ഡീലർഷിപ്പിൽ നിന്നൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം കസ്റ്റമർ ഒരു വാഹനം ടെമ്പററി രജിസ്ട്രേഷൻ എടുത്ത് അതിന് നമ്പർ റിസർവേഷൻ ചെയ്യുമ്പോൾ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയാണ് അതിനുള്ളൊരു ടൈം പീരീഡ് കിട്ടുന്നത്. ഇപ്പോൾ എൻ്റെ വാഹനത്തിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 4647 ആണ്. അതേ നമ്പറിൽ രണ്ടാമത് വേറൊരാളും കൂടി ഒരു എന്താണ് പറയുക നമ്പർ റിസർവേഷൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷന് പോകും. ആ ഓപ്ഷന് പോകുന്ന സമയത്ത് അതിൽ ഏറ്റവും തുക ആര് വിളിക്കുന്നു അവർക്കായിരിക്കും ആ നമ്പർ അലോട്ട് ചെയ്ത് കിട്ടുന്നത്. അത് അൺഫോർച്ചുനേറ്റ്ലി എനിക്കല്ല കിട്ടിയതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ അടച്ചിട്ടുള്ള 3000 റുപ്പീസിന് എനിക്ക് അടുത്ത നമ്പർ റിസർവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. വീണ്ടും ഞാൻ നമ്പർ റിസർവേഷൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഒരു 3000 രൂപയോ അല്ലാന്നുണ്ടെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ നമ്പറിനുള്ള എമൗണ്ട് ഏതാണോ അതായിരിക്കും ഞാൻ പേ ചെയ്യേണ്ടി വരുന്നത്. ഈ പേ ചെയ്തിട്ടുള്ള ആദ്യത്തെ നമ്പറിന് വേണ്ടി പേ ചെയ്തിട്ടുള്ള എമൗണ്ട് അത് RTO ഓഫീസിൽ നിന്ന് റീഫണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ അതിന് ഓണർ ഒരു ലെറ്ററും കാര്യങ്ങളെല്ലാം എടുത്ത് RTOനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ആ എമൗണ്ട് റീഫണ്ട് കിട്ടുള്ളത്. അതൊരു എനിക്ക് തോന്നുന്നത് 15 to 30 ഡേയ്സോളം അതിന് ടൈം എടുക്കാറുണ്ട്.
സോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനകത്ത് ഡീലർക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ വാഹനം രജിസ്റ്റർ ചെയ്ത്, അതായത് ടെമ്പററി രജിസ്ട്രേഷൻ എടുത്ത് നമ്മൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, ഈ നമ്പർ പ്ലേറ്റിൻ്റെ ആ സ്ഥാനത്ത് ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് പെന്നോണ്ടൊക്കെ എഴുതി അങ്ങനെയൊക്കെയാണ് പല സമയത്തും ടെമ്പററി രജിസ്ട്രേഷൻ ഉള്ള വാഹനങ്ങൾ ഇപ്പോഴും ഇറങ്ങുന്നത്. അങ്ങനെ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യരുത്. അതിനകത്ത് നമ്പർ പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന അല്ലെങ്കിൽ ഇളക്കിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഫിക്സ് ചെയ്തിട്ടുള്ളൊരു നമ്പർ പ്ലേറ്റ് പോലെ തന്നെ വേണം അത് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിയുന്നതും നിങ്ങളത് ശ്രദ്ധിക്കുക. കാരണം ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്താണ് പറയുക, പോലീസ് ചെക്കിങ്ങോ അതുപോലെ തന്നെ MVD ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ വെറുതെ നമ്മൾ അതിനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇതാണ് നമ്മുടെ ഒരു രജിസ്ട്രേഷൻ്റെ പാർട്ടിൽ വരുന്നത്. ഇനി അടുത്തൊരു പോർഷൻ എന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് വാറണ്ടിയാണ്. പലപ്പോഴും പലരും സംശയം ചോദിക്കാറുണ്ട്, ഞാൻ എന്തിനാണ് എക്സ്റ്റെൻഡഡ് വാറണ്ടി എടുക്കുന്നത്, എനിക്ക് ഓൾറെഡി ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ എനിക്ക് വാറണ്ടി ഇല്ലേ, എന്തിനാണ് ഞാൻ എൻ്റെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളത്. അത് നമ്മുടെ യൂസേജിനനുസരിച്ചിട്ടായിരിക്കും. അപ്പം എൻ്റെ കഴിഞ്ഞ വാഹനം ഞാൻ ഏകദേശം 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആ വണ്ടിക്ക് വാറണ്ടി കിട്ടുന്നതും ഏകദേശം ആ ഒരു പീരീഡോ അല്ലാന്നുണ്ടെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ 40,000 കിലോമീറ്റർ. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ടൈമോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കിലോമീറ്റർ എക്സീഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അതിൽ കിട്ടുന്ന കുറേ വാറണ്ടിയുടെ പ്രിവിലേജസ് ഉണ്ട്. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ വാറണ്ടി എത്ര വരെ എടുക്കാൻ പറ്റുന്നോ അത്ര വരെ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി മുടക്കുന്ന ചെറിയൊരു എമൗണ്ട് ആയിരിക്കാം, ചിലപ്പോൾ ഒരു 40,000 30,000 റുപ്പീസ് ആയിരിക്കും നമ്മൾ ഇനീഷ്യലി ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ ചിലപ്പോൾ അതിലിരിക്കുന്ന ഒരു വാറണ്ടിയിൽ കവർ ചെയ്യുന്ന ഒരു സെൻസറിനുണ്ടാവുക അത്രയും കോസ്റ്റ്, അത് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും വാഹനം വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ എക്സ്റ്റെൻഡഡ് വാറണ്ടി വാങ്ങാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് വാങ്ങി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി അടുത്തത് സർവീസ് പാക്കേജസ്. ഒരുവിധം എല്ലാ മാനുഫാക്ചേഴ്സും ഇപ്പോൾ സർവീസ് പാക്കേജസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ. അങ്ങനെയുള്ള സർവീസ് പാക്കേജ് എടുക്കുമ്പോൾ നമ്മളൊരു വെഹിക്കിൾ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരിക്കും, എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ വാഹനം യൂസ് ചെയ്യുന്ന മറ്റാൾക്കാരോടൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വളരെ കുറവായിരിക്കാം അതിൻ്റെ ചാർജസ് വരുന്നത്. നമുക്കൊരു 10,000 അല്ലെങ്കിൽ എവറി 10,000 കിലോമീറ്റേഴ്സ് ഓർ 15,000 കിലോമീറ്റേഴ്സ് ഓർ 1 ഇയർ ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള സർവീസ് പാക്കേജിനെക്കാട്ടിലും കുറവായിരിക്കാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5 or 6 സർവീസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമൽ സർവീസിന്, അതായത് നമ്മൾ പറയുന്ന ഫസ്റ്റ് 3 സർവീസ് ഓർ 4 സർവീസ് ഫ്രീ സർവീസ് പറയുന്ന മാനുഫാക്ചറർ ആണെന്നുണ്ടെങ്കിൽ അതിൽ ലേബർ ചാർജ് മാത്രമായിരിക്കും ഫ്രീ വരുന്നത്, അതിന് പാർട്സിന് ചാർജ് ഉണ്ടായിരിക്കും. അൺഫോർച്ചുനേറ്റ്ലി അതിൽ എക്സ്ട്രാ, അതായത് പീരിയോഡിക് മെയിൻ്റനൻസിലല്ലാതെ വേറെ എന്തെങ്കിലും ഒരു സാധനം റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു, അത് അൺഫോർച്ചുനേറ്റ്ലി വാറണ്ടിയിൽ കവർ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും മെയിൻ്റനൻസ് പാക്ക് എടുത്ത ഒരാളാണെങ്കിൽ അതും അതിനകത്ത് കവർ ചെയ്ത് കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു 4-5 വർഷം നമുക്ക് മെയിൻ്റനൻസ് പാക്കേജ് പർച്ചേസ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും മെൻ്റൽ ഫ്രീ ആയിട്ട് നമുക്ക് ആ ഒരു വാഹനം ഈസി ആയിട്ട് പരിപാലിച്ച് പോകാൻ വേണ്ടിയിട്ട് പറ്റും. സോ എക്സ്റ്റെൻഡഡ് വാറണ്ടിയും ആ വാഹനത്തിന് സർവീസ് പാക്കേജസും കിട്ടുമെങ്കിൽ അത് പർച്ചേസ് ചെയ്യുന്നത് എപ്പോഴും വളരെ നല്ലതായിരിക്കും. സോ ഇങ്ങനെ കുറച്ച് ഇൻഫോർമേഷൻസ് ആയിരുന്നു ഞാൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എനിക്കറിയാം, ഇനിയും ഞാൻ ചിലപ്പോൾ കുറേ പോയിൻറ്റ്സ് മിസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക, ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു.